നമസ്കാരം. കോടതി ഇന്ന് സ്വർണ്ണപ്പാളി കേസിൽ ഒരു ഇടക്കാല ഉത്തരവിട്ടിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണപ്പാളി വിവാദം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിയുള്ള ഗൂഢാലോചനയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മൂടിവെച്ച കള്ളത്തരം കോടതിയാണ് കണ്ടെത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ്. ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ കോടതി വിമർശിച്ചിട്ടില്ലെന്ന് ആശ്വസിക്കുകയാണ് മന്ത്രി വി.എൻ. വാസവൻ. ദേവസ്വം ബോർഡ് അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടും ഇതുവരെയും കേസെടുത്തിട്ടില്ല. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, കോൺഗ്രസ് വക്താവ് വി. ആർ. അനൂപ്, VHP ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ എന്നിവർ ചേരുന്നു. ആദ്യം അരുൺകുമാർ, ഇന്ന് മന്ത്രി വി.എൻ. വാസവൻ പറയുന്നത് കോടതി ഇന്ന് ഇട്ട ഇടക്കാല ഉത്തരവിലും ദേവസ്വം ബോർഡിനെ ഒന്നും പറയുന്നില്ല. 2019 ദേവസ്വം ബോർഡിനെ ഒന്നും പറയുന്നില്ല, ഉദ്യോഗസ്ഥരെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങളുടെ ദേവസ്വം ബോർഡിനെ പറ്റി ഒരു അവ്യക്തതയില്ല, എല്ലാം സുതാര്യമാണെന്ന് കോടതി കണ്ടെത്തിയെന്ന് പറയുന്നു. എന്തുകൊണ്ടാകും വി.എൻ. വാസവൻ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് വളരെ സജീവമായിട്ടുള്ള ചർച്ചയാണല്ലോ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിൽ കോടതിയുടെ 6ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഇന്ന് പാസ്സാക്കിയത്. ഈ ഉത്തരവിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹൈക്കോടതിയുടെ തന്നെ ഒരു സീനിയർ റിട്ടയർഡ് ജഡ്ജി ഈ വിഷയത്തിൽ ഇൻവെന്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അന്വേഷണം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിലും ഉത്തരവിറങ്ങി അത് കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. 4 ചോദ്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. ഒന്ന്, ഇവിടെ അത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങുമ്പോൾ അതിൽ ചെമ്പുപാളി എന്ന് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്? കാരണം 1999 സ്വർണം പൂശിയതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. 20 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുമ്പോൾ ആ ഉത്തരവിൽ എന്തുകൊണ്ട് ചെമ്പുപാളി എന്ന് ഉൾപ്പെട്ടു? 2, ഇതിന്റെ മാനുവലിന് വിരുദ്ധമായി എന്തുകൊണ്ട് ഇത് പുറത്തേക്ക് കൊടുത്തുവിട്ടു? 39 ദിവസം ഒരു പ്രൈവറ്റ് പാർട്ടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൈവശം വെച്ചു. അതോടൊപ്പം തന്നെ അത് 39 ദിവസം കഴിഞ്ഞ് കൈമാറുമ്പോൾ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ മകസർ തയ്യാറാക്കി അതിൽ കൃത്യമായിട്ടുള്ള അളവ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 3-4 കാര്യങ്ങളാണ് പൊതുസമൂഹത്തിൽ സജീവമായിട്ടുള്ളത്. അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ചെമ്പുപാളി എന്ന് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും അന്ന് തയ്യാറാക്കിയ മഹസറിലും ഇടം പിടിക്കാൻ കാരണം എന്നതിനെക്കുറിച്ച് പരിശോധിച്ച് 2 ദിവസം മുമ്പ് അതുമായി ബന്ധപ്പെട്ട് അന്ന് ചുമതലയുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു. അതുപോലെ ഇത് പുറത്തേക്ക് മാനുവൽ പ്രകാരം ഹൈക്കോടതി കൃത്യമായിട്ട് നമ്മുടെ ആ പ്രമൈസസിൽ വെച്ച്, ശബരിമലയുടെ പ്രമൈസസിൽ വെച്ച് മാത്രമേ ഇത് ഏതെങ്കിലും തരത്തിൽ പുനർനിർമ്മാണം നടത്താൻ കഴിയൂ. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. ആ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇത് പുറത്തേക്ക് കൊടുത്തുവിട് എന്ന രൂപത്തിൽ ഉത്തരവിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു? അതായത് ബോർഡ് തീരുമാനിക്കാത്ത കാര്യം എങ്ങനെ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മകസർ തയ്യാറാക്കി. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ്. അരുൺകുമാർ, ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ്. അങ്ങ് പറയുന്നത് ബോർഡ് തീരുമാനിക്കാത്ത ഒരു കാര്യം എങ്ങനെ ഉത്തരവിൽ ഇടം പിടിച്ചു? അതിനാണല്ലോ നമ്മൾ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ബോർഡ് യഥാർത്ഥത്തിൽ എന്താണ് തീരുമാനിച്ചതെന്ന് കോടതി ഉത്തരവ് പറയുന്നുണ്ട്. അങ്ങയുടെ കയ്യിൽ ആ ഉത്തരവ് ഉണ്ടെങ്കിൽ, അങ്ങ് ആ ഉത്തരവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ 2ാമത്തെ പേജിൽ ആദ്യത്തെ ഖണ്ഡിക ഒന്ന് എടുത്തു നോക്കിയാൽ ഞാൻ വായിക്കുന്ന അങ്ങേക്ക് ഫോളോ ചെയ്യാൻ പറ്റും. വി ഓൾസോ നോട്ട് ദാറ്റ് in the board decision, the door frames are referred to as copper plates. This discrepancy is a matter of serious gravity, particularly since in our earlier order we had recorded that a total of 30.291 kg of gold was utilized in the year 98 and 99. അതായത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ അത് സ്വർണ്ണപ്പാളി എന്നല്ല ചെമ്പുപാളി എന്ന് ഇടം പിടിച്ചത് സീരിയസ് ഗ്രാവിറ്റിയുള്ള വിഷയമാണ് എന്ന് കോടതി ദേവസ്വം ബോർഡിനെ ചൂണ്ടിയാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് വാസവന് 2019 ദേവസ്വം ബോർഡിന് ഒരു അബദ്ധവും പറ്റിയിട്ടില്ലെന്ന് കോടതി പറഞ്ഞു എന്ന് പറയാൻ കഴിയുക? അത് രണ്ടാണ് മിസ്റ്റർ. അതായത് ദേവസ്വം ബോർഡ് ഒരു യോഗം ചേരുമ്പോൾ അതിൽ മിനിറ്റ്സ് ആണ് രേഖപ്പെടുത്തുക. മിനിറ്റ്സിൽ കൃത്യമായി അതിന്റെ റിപ്പോർട്ടായിട്ട് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ വയ്ക്കുന്ന കാര്യങ്ങളും അതിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഓരോ ചർച്ചയുടെ ഭാഗമായി പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതിന്റെ തീരുമാനമെല്ലാം രേഖപ്പെടുത്തും മിനിറ്റ്സ് ആണ്, അത് മഹസറല്ല. ആ മിനിറ്റ്സിന്റെ തീരുമാനം ഉത്തരവായിട്ട് പല സെക്ഷനുകൾ കയറി ഇറങ്ങിയിട്ടാണ് ഉത്തരവ് ഇറങ്ങുക. അപ്പോൾ മിനിറ്റ്സ് ആണ് അതിന്റെ ബേസ്. ഏതൊരു സംഘടനയായാലും ഏത് അതോറിറ്റി ആയാലും ചേരുന്ന യോഗത്തിനൊരു മിനിറ്റ്സ് ഉണ്ടാവും. ആ മിനിറ്റ്സിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കണം അതിന്റെ കൃത്യമായിട്ടുള്ള ശുപാർശയായി തീരുമാനമായി വരേണ്ടത്. ഇവിടെ മിനിറ്റ്സ് വേറെ, തീരുമാനം വേറെ.
അപ്പൊ തീരുമാനമാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ആ തീരുമാനം അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നതാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പ്രധാനപ്പെട്ട അതായത് മിനിറ്റ്സ് പരിശോധിക്കാതെയാണ് കോടതി ഒരു നിമിഷം അങ്ങ് പറഞ്ഞല്ലോ അത് രണ്ടാണെന്ന് പറഞ്ഞല്ലോ. കോടതി പറയുന്നത് ദേവസ്വം ബോർഡ്സ് ഡിസിഷൻ എന്നാണ്, ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അപ്പോൾ കോടതി മിനിറ്റ്സ് പരിശോധിക്കാതെയാണ് ഈ ഒരു ഉത്തരവിൽ ഈ ഒരു പരാമർശം നടത്തിയതെന്നാണ് അങ്ങ് പറയുന്നത്. അതായത് വിജിലൻസിന്റെ SP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സീൽഡ് കവറിലായി കഴിഞ്ഞ ദിവസവും കൊടുത്തിരുന്നു, ഇന്നും സീൽഡ് കവറിൽ കൊടുത്തു. ഇന്നിപ്പോൾ അത് ഫൈനൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടായിട്ടാണ് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ പ്രത്യേകമായി മിനിറ്റ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ടുള്ള ഈ ഉത്തരവുമുണ്ട്. ഉത്തരവ് ഇൻ ദി ലൈറ്റ് ഓഫ് ദി മിനിറ്റ്സ് ആണ് ഉത്തരവ് തയ്യാറാക്കേണ്ടത്. പക്ഷെ ആ ഉത്തരവ് തയ്യാറാക്കുമ്പോൾ അരുൺകുമാർ ഉത്തരവിനെ കുറിച്ച് കോടതി മുൻ ഇടക്കാല ഉത്തരവുകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറയുന്ന ഓർഡറിനെ കുറിച്ച് കോടതി മുൻ ഉത്തരവുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ ബോർഡ്സ് ഡിസിഷൻ എന്ന് പ്രത്യേകം പറയുകയാണ്. അതിനെ സീരിയസ് ഗ്രാവിറ്റി ഉള്ള ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടും. അതെന്തുകൊണ്ടാണ്? ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് മിനിറ്റ്സ് പരിശോധിക്കാതെയാണ് കോടതി പറഞ്ഞതെന്നാണ് അരുൺകുമാർ വാദിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത കാര്യം താങ്കൾ വാദിക്കേണ്ട. ഞാൻ പറയുന്നത് കൃത്യമാണ്. എൻ്റെ ഓരോ വാക്കിനും വാചകത്തിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അണ്ടർ സീൽഡ് കവറിൽ ഇന്ന് ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ SP കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത തീരുമാനങ്ങളുടെ എല്ലാം മിനിറ്റ്സ് പ്രത്യേകമുണ്ട്. ആ മിനിറ്റ്സിൽ കൃത്യമായി എന്താണോ റിപ്പോർട്ട്, ഓരോ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ചർച്ച, അതിന്റെ ഭാഗമായിട്ട് എടുത്ത തീരുമാനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ചെമ്പ് പാളി എന്ന വാക്കില്ല. അതോടൊപ്പം തന്നെ ഇത് പുറത്തേക്ക് കൊടുത്തുവിടണം എന്ന ശുപാർശയില്ല. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അരുൺകുമാർ അതില്ല എന്നെങ്ങനെയാണ് അങ്ങ് പറയുന്നത്? സീൽ വെച്ച കവറിലാണ് ഈ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് കോടതിക്ക് കൊടുത്തത്. കോടതി അത് പരിശോധിച്ച് ഇന്ന് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലെ ഒരു വാചകമാണ് ഞങ്ങളുടെ മുമ്പിൽ വായിച്ചത്. അങ്ങ് ഈ മിനിറ്റ്സിൽ കൃത്യമായി എഴുതിയിരുന്നു അത് ക്രോഡീകരിച്ചപ്പോൾ പ്രശ്നം വന്നതാണ് എന്ന് എങ്ങനെ പറയും? അങ്ങ് കണ്ടോ സീൽഡ് കവർ? ഇത് കോടതി മാത്രമാണ് അത് കണ്ടിട്ടുള്ളത്, കോടതിയാണ് ഉത്തരവിൽ പറയുന്നത്. അതല്ലേ പറഞ്ഞത്. ഉത്തരവായിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാം കുറെ ദിവസങ്ങളായിട്ട് വായിച്ചതല്ലേ ആ ഉത്തരവ്. ആ ഉത്തരവിൽ കൃത്യമായി ചെമ്പ് പാളി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊടുത്തുവിടണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അരുൺകുമാർ മിനിറ്റ്സ് കണ്ടിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം, ഇവിടെ കോടതി പറയുന്ന ദേവസ്വം ബോർഡ്സ് ഡിസിഷൻ എന്ന് പറയുന്ന ആ തീരുമാനം മിനിറ്റ്സ് ആണല്ലോ. ആ മിനിറ്റ്സ് അരുൺകുമാർ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ എന്റെ സോഴ്സ് പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയാം. അത് കോടതി പറയുന്നത് അങ്ങനെയല്ല. കോടതി ഉത്തരവിനെ കുറിച്ചല്ല പറയുന്നത് അരുൺകുമാർ. കോടതി ഉത്തരവിനെ കുറിച്ചല്ല പറയുന്നത്, കോടതി ദേവസ്വം ബോർഡിന്റെ ഡിസിഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ ഡിസിഷനിൽ തന്നെ ചെമ്പുപാളി എന്നെങ്ങനെ വന്നു, അത് ഗുരുതരമായ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീരുമാനമെടുത്തവർക്കെതിരെയല്ലേ കോടതി പറഞ്ഞത്? അജിംസേ, നമ്മൾ ഇന്നൊന്നല്ലേ അല്ലല്ലോ ചർച്ച തുടങ്ങിയത്. ഞാൻ വരുന്നത് വ്യക്തിപരമായി KS അരുൺകുമാർ അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, പാർട്ടിയുണ്ട്. ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അത് ആധികാരികമായിട്ടേ പറയൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% കൃത്യമാണ്. മിനിറ്റ്സ് വേറെ, ഉത്തരവ് വേറെ. ഉത്തരവിൽ ചില കളികൾ നടന്നിട്ടുണ്ട്. കോടതി പറയുന്നതിന് വിരുദ്ധമാണ് അങ്ങ് പറയുന്നത്. കോടതി പറയുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ കുറിച്ച് തന്നെയാണ്. ഒരു നിമിഷം അരുൺകുമാർ, കോടതി പറയുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ കുറിച്ചാണ്. അങ്ങ് പറയുന്നു ദേവസ്വം ബോർഡ് അങ്ങനെയല്ല തീരുമാനിച്ചത്, മിനിറ്റ്സ് വേറെയായിരുന്നു, ഉത്തരവിറങ്ങിയത് വേറെയാണെന്നാണ്. കോടതിയുടെ കണ്ടെത്തലിന് വിരുദ്ധമായി അങ്ങ് സംസാരിക്കുന്നത്. അല്ലല്ല, അത് താങ്കൾ അത് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. കോടതിയുടെ ഭാഗമായിട്ട് പല ചർച്ചകളും നടക്കും, പല സംവാദങ്ങളും നടക്കും. ഉത്തരവ് ഇറങ്ങുമ്പോൾ ചില ഓപ്പൺ കോർട്ടിലെ സംവാദം ആയിരിക്കില്ല, ഓപ്പൺ കോർട്ടിലെ കമന്റും ആയിരിക്കില്ല ഉത്തരവ് വരിക. എന്ന് പറഞ്ഞ് അച്ചടിച്ചു വച്ചിരിക്കുന്ന ആ ഒരു 5-6 വരിയാണല്ലോ. അല്ല ഞാൻ പറഞ്ഞ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞാണ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് പർട്ടിക്കുലർ അജണ്ട വെച്ച് നടത്തിയ ചർച്ച, ആ ചർച്ചയിൽ എടുത്ത മിനിറ്റ്സിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ഉത്തരവായിട്ട് പുറത്തിറങ്ങിയത്. ആ ഉത്തരവ് പല സെക്ഷനിൽ പോയി അങ്ങനെയല്ല എന്നാണ് കോടതി പറയുന്നത്. അരുൺകുമാർ പറയുന്നത് അരുൺകുമാറിന്റെ സോഴ്സ് വെച്ചാണ്. പക്ഷേ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പ്രകാരം കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഡിസിഷനിൽ തന്നെ ഇതെങ്ങനെ ചെമ്പുപാളിയായി എന്ന് ചോദിക്കുന്നു. അത് ഉത്തരവ് ഇറങ്ങിയതിനെ കുറിച്ചല്ല, ഉത്തരവിനെ കുറിച്ച് മുൻ ഇടക്കാല ഉത്തരവുകളിൽ പറയുന്നുണ്ട്.
അത് കോടതി പ്രത്യേകമായി പറയുന്നുണ്ട് അരുൺകുമാർ. കോടതി പ്രത്യേകമായി ഉത്തരവിനെ കുറിച്ച് കോടതി പ്രത്യേകമായി പറയുന്നുണ്ട്. അതല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഡിസിഷനിൽ തന്നെ ഇതെങ്ങനെ ചെമ്പുപാളിയായി എന്നാണ് ചോദിക്കുന്നത്. അത് സീരിയസ് വിഷയമാണെന്ന് പറയുന്നു. അതായത് ഇപ്പൊ ഇന്നലെ വരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇന്ന് പൊതുസമൂഹത്തിൽ നിന്ന് പോയി. ഇപ്പൊ മുരാരി ബാബുവിനെതിരെ സസ്പെൻഡ് ചെയ്തു, ഒരു ബൈജുവിന്റെ പേര് ഉയർന്നു വന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് പേരുടെ പേരോടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേര്, ജയശ്രീയുടെ പേര് ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഈ ഉത്തരവ് ഇറക്കാൻ പിറകിൽ പ്രവർത്തിച്ചവരടക്കമുള്ളവരുടെ പേര് പുറത്തു വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് പോകുന്നു. ഇവിടെ ഗവൺമെന്റ് സംവിധാനം എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, ദേവസ്വം ബോർഡ് ചെയർമാൻ എന്താ പറഞ്ഞത്, മന്ത്രി എന്താ പറഞ്ഞത്, ഇതിൽ കൃത്യമായി ഇന്ന കാര്യങ്ങളിൽ സത്യം കണ്ടെത്തേണ്ടതുണ്ട്. ആ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അകത്തും പുറത്തും പറഞ്ഞല്ലോ, ഏതോ ഒരു കോടീപതിയുടെ കയ്യിൽ കൊണ്ടുപോയി ഈ സ്വർണം ഏൽപ്പിച്ചു, അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രനെ അക്യൂസേഷൻ നടത്തി. അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു. ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇന്ന കോടീശ്വരന്റെ കയ്യിലാണ് ഈ സ്വർണം കൊണ്ടുപോയി കൊടുത്തത്, അത് ഇന്ന ദിവസമാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് അതിന്റെ പിന്നിൽ ഇന്ന പേരുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത ഇല്ലേ? അതൊന്നും മാധ്യമങ്ങൾ നിങ്ങൾ കാണുന്നില്ലല്ലോ. ഇന്ന കോടീശ്വരൻ കൊണ്ട് കൊടുത്തു എന്ന് പറയുകയാണ്. അത് എനിക്കറിയാം. കണ്ടുപിടിക്കട്ടെ അരുൺകുമാർ, അന്വേഷണം. എന്റെ ചോദ്യം മന്ത്രി വി എൻ വാസവന്റെ പരാമർശത്തെ തുടർന്നാണ്. കോടതി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് വിശദീകരിക്കുന്നു. ഞാൻ ഇതിൽ കൃത്യമായ ടൈം ലൈൻ പോലും കോടതി പറഞ്ഞിട്ടുണ്ട്. 6/3/2019 കമ്മീഷണറുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. കമ്മീഷണറുടെ കമ്മ്യൂണിക്കേഷനിൽ അതിൽ കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. അത് എന്തിന് വിരുദ്ധമാണ്? എക്സിക്യൂട്ടീവ് ഓഫീസർ നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ്. അതിൽ കൃത്യമായി ഗോൾഡ് ക്ലാഡ് കോപ്പർ പ്ലേറ്റ്സ് എന്ന് ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കമ്മ്യൂണിക്കേഷനിൽ. കമ്മീഷണർ കൊടുക്കുമ്പോൾ അത് നേരെ തിരിയുന്നു. കമ്മീഷണർ വീണ്ടും കമ്മീഷണർ കൊടുക്കുന്ന റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് 20/3/2019 ബോർഡ് ഡിസിഷൻ എടുക്കുന്നത്. ബോർഡ് ഡിസിഷനിലും അത് ചെമ്പാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അതായത് ദേവസ്വം കമ്മീഷണർക്കും ഒരഭിപ്രായം ചെമ്പാണെന്ന അഭിപ്രായം, ഒരു നിമിഷം, ദേവസ്വം ബോർഡിനും ചെമ്പാണെന്ന അഭിപ്രായം. ഇതിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമാണ് ഇത് സ്വർണം പതിപ്പിച്ച ചെമ്പ് പാളിയാണെന്ന് പറയുന്നത്. ഇത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് കൃത്യമായി പറയുകയാണ്. എന്നിട്ട് മന്ത്രി വി എൻ വാസവൻ പറയുന്നു 2019 ദേവസ്വം ബോർഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഞങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന്. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നു. ആധികാരികമായിട്ട് ഞാൻ പറയുന്നു, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഒരിടത്തും ഇത് ചെമ്പ് പാളിയാണെന്നില്ല. 1999 സ്വർണം പൂശിയതാണെന്ന് വ്യക്തമായിരിക്കെ, എല്ലാ തരത്തിലുള്ള തെളിവുകളും അവിടെ ഇരിക്കെ, അത് സ്വർണ്ണപ്പാളി മങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി പാസാക്കിയ ഒരു ഉത്തരവും നിർദ്ദേശത്തിന്റെ ഭാഗമായി സ്വർണം പൂശാൻ തന്നെയാണ്, കുറവുകൾ പരിഹരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ അത് ഉത്തരവായിട്ട് ഇറക്കുമ്പോൾ അതിൽ ചെമ്പുപാളി എന്ന് വരുന്നു. അത് അന്വേഷണത്തിൽ ഇപ്പോൾ 2-3 ദിവസത്തോടെ കഴിയട്ടെ എന്ന്. കാരണം ഞങ്ങൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ചർച്ചയെ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച തന്നെ ഹൈക്കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യും. ആ റിപ്പോർട്ട് വരുമ്പോൾ ഇതിന്റെ വസ്തുത മനസ്സിലാകുന്നു നമ്മൾ പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ വസ്തുത വന്നു. ചില ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളൊക്കെ വന്നു. ഉത്തരവിറക്കുന്നതോടൊപ്പം കോടതി ഒരു കാര്യം കൂടി മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടിയിരുന്നു. വസ്തുതാവിരുദ്ധമായി മാധ്യമങ്ങൾ ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻസ് നൽകിയിരുന്നു കോടതി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നത്. കോടതി വീണ്ടും അടുത്ത പാരഗ്രാഫിലും പറയുകയാണ്, pursuant to the board's decision on 23/2019 the Travancore ദേവസ്വം ബോർഡ് issued an order. ബോർഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഈ ബോർഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ബോർഡ് ഡിസിഷൻ എന്ന് കോടതി ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങ് പറയുന്നു ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഒന്ന്, മറ്റൊന്നാണ് എഴുതി ചേർക്കപ്പെട്ടതെന്നാണ്. കോടതി മിനിറ്റ്സ് ഉൾപ്പെടെ പരിശോധിച്ചിട്ട് ഇറക്കിയ ഉത്തരവാണിത്. കോടതിക്ക് എതിരായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. അല്ലല്ല, കോടതി പറഞ്ഞതിൽ കറക്റ്റ്. കാരണം ഉത്തരവായിട്ട് അച്ചടിച്ച് പുറത്തിറങ്ങുമ്പോഴുള്ള അനോമലി ദേവസ്വം ബോർഡ് കൃത്യമായി യോഗം കൂടി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിന് വിരുദ്ധമായി ഉത്തരവിൽ വരുന്നു. അത് എന്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മിനിറ്റ്സിൽ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ ഉത്തരവായിട്ട് ഇറക്കിയില്ല? ചില വാക്കുകൾ മാറ്റം വരുത്തുന്നു, അതുപോലെ ചില വാക്കുകൾ പുതുതായിട്ട് ഉൾപ്പെടുത്തുന്നു. അത് ഒരിക്കലും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ അതിലില്ലാത്ത വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. 2-3 സ്ഥലത്ത് വരുന്ന മാറ്റം, ഒന്ന് വ്യക്തിയുടെ ഈ കൊടുത്തുവിടുന്നതും 2 ചെമ്പുപാളി എന്ന് വന്നത് അടക്കമുള്ള വാക്കുകളിൽ വന്നിരിക്കുന്ന വ്യത്യാസം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇല്ലാത്തതാണ്. ഈ മിനിറ്റ്സ് അടക്കം സീൽഡ് കവറിൽ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്, SP തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി മിനിറ്റ്സ് പരിശോധിച്ചാൽ വ്യക്തമാവും. ആ ഉത്തരവായിട്ട് പുറത്തിറങ്ങിയ കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു അനോമലി ഇല്ല. ഉത്തരവിനെ കുറിച്ചല്ല പറയുന്നു, ഉത്തരവിനെ കുറിച്ച് വേറെ തന്നെ സംസാരിക്കുന്നുണ്ട് കോടതി. ഇത് ബോർഡ് ഡിസിഷൻ എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. എനിക്ക് കോടതി പറയുന്നതാണ് കൂടുതൽ വിശ്വാസം അരുൺകുമാറിന്റെ സ്രോതസ്സിലേക്ക്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ വി ആർ അനൂപ്, ഇക്കാര്യത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം
പ്രതിപക്ഷ നേതാവിന്റെ വിശദമായി പ്രതികരണം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ശരി. വി എൻ വാസവന്റെ പ്രതികരണമൊക്കെ അങ്ങ് കണ്ടു കാണും. വി എൻ വാസവൻ ഇപ്പോഴും പറയുന്നത് ബോർഡിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കുഴപ്പമില്ല, 2019 ബോർഡിന് കുഴപ്പമില്ല, 2025 ബോർഡിന് കുഴപ്പമില്ല എന്നാണ് കോടതി പറഞ്ഞതെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ്. ആശ്വാസം എത്ര നൈമിഷികമാണ്? ഇവിടെ CPM-ന്റെ പ്രതിനിധി ആദരണീയനായ അരുൺകുമാറിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു അസംബന്ധം, ഒരു അസത്യം എത്ര ആവർത്തിച്ച് അച്ചടി ഭാഷയിൽ ആധികാരികമായി പറഞ്ഞാലും അത് അങ്ങനെ ആകാതിരിക്കില്ല. ഇതെന്താണ് അദ്ദേഹം പറയുന്നത്? കോടതി പറഞ്ഞ കാര്യം, ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്ന് പറഞ്ഞത് അദ്ദേഹം സാങ്കേതികത്വം വളരെ കൃത്യമായി ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ ദേവസ്വം ബോർഡ് ഡിസിഷൻ എന്ന് പറഞ്ഞത് അത് തീരുമാനമല്ല എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് മിനിറ്റ്സിൽ എഴുതിയതാണ്. ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ പോലും അതിനകത്തുള്ള പ്രശ്നം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല. അദ്ദേഹം പറയുന്നു സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സ്വർണം എന്ന് പറയുന്നതിന് പകരം ചെമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദേവസ്വം പരിസരത്തിലാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത്, അത് നടന്നിട്ടില്ല. പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു, പുറത്തേക്ക് കൊണ്ടുപോയി. ഈ 3 സംഭവങ്ങളും നടക്കുമ്പോൾ അവിടെ ഒരു ദേവസ്വം ബോർഡ് ഇല്ലേ? ഇദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിനെ മറികടന്നാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ ഈ നിമിഷം വരെ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപടി എടുത്തിട്ടില്ല? എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ഇവരൊക്കെ സ്ഥിരം പറയുന്നത് എന്താ? വി എൻ വാസവൻ എന്താ പറഞ്ഞത്? ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയാണ്. ഇതൊരു പുതിയ സമീപനമല്ലെന്നേ. പോലീസുകാർ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഫോറസ്റ്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഇങ്ങനെ നിരന്തരം പറയാനാണെങ്കിൽ ഇതൊരു ഉദ്യോഗസ്ഥ ഭരണമാണെന്ന് സമ്മതിക്കണ്ടേ? ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണോ? പിണറായി വിജയനല്ലേ മുഖ്യമന്ത്രി? ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM-ന്റെ മന്ത്രിയല്ലേ? കാര്യങ്ങൾ ഇവിടെ സാധാരണക്കാർക്ക് വ്യക്തമാണ്. ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നു എന്നുള്ള ഓരോ സാധാരണക്കാരന്റെയും വിശ്വാസത്തെയാണ് ഇന്ന് കോടതി ശരിവെച്ചത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്നതല്ല എന്ന് ആർക്കാണ് ബോധ്യമാകാത്തത്? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതിവിടെ ഞങ്ങളുടെ തീരുമാനം വേറെ ആയിരുന്നു, പക്ഷെ ഉദ്യോഗസ്ഥർ മിനിറ്റ്സ് തിരുത്തി. വളരെ ലാഘവത്തോടു കൂടി പറയുകയാണെന്നേ. എല്ലാവർക്കും മനസ്സിലാവില്ല ഇത് പച്ച നുണയാണെന്ന്. ഇത് ദേവസ്വം ബോർഡിന്റെ പിന്തുണയോടുകൂടി, ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടി നടന്നിരിക്കുന്നതാ. ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ചില അദ്ദേഹത്തിന്റെ വീട്ടിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. എന്റെ വീട് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധമുള്ള ഒരു കുടുംബമാണല്ലോ, അവിടെ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടപ്പോൾ പിന്നെ ഞാൻ പുറത്ത് ആരോടും ടെൻഡർ കൊടുക്കാനൊന്നും പോയില്ല, എന്റെ മകൻ വന്നങ്ങ് ചെയ്തു. എന്ത് ലാഘവത്തോടു കൂടി, എന്ത് നിസ്സാരമായിട്ടാണ് ഇവരിതൊക്കെ പറയുന്നത്. ഇവിടെ വളരെ കൃത്യമായി അഴിമതിയുടെ ഒരു കോക്കസ് എന്ന് പറഞ്ഞാൽ പോരാ, അഴിമതിയുടെ ഒരു അധോലോകമായി ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പിടിക്കപ്പെട്ടു. ഇത് ഫഹദ് ഫാസിൽ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, അവസാന നിമിഷം പിടിക്കപ്പെടുന്നത് വരെ കുറ്റം സമ്മതിക്കില്ല എന്ന് പറയുന്ന പോലെ പരസ്യമായി പിടിക്കപ്പെട്ടിട്ടും കുറ്റം സമ്മതിക്കാതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമം, അതിനുള്ള അവസാനത്തെ ശ്രമമാണ് CPM-ന്റെ പ്രതിനിധി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ സംഭവിച്ചതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സ്വർണത്തിനെ ചെമ്പാക്കി, ഇത് പ്രാചീന ആൽക്കമിസ്റ്റുകൾ അങ്ങനെ ആക്കുമെന്ന് പറയുന്നത് കേട്ടിട്ട് അവരെ പോലും അതിശയിപ്പിക്കുന്ന രാസവിദ്യ അവിടെ സംഭവിച്ചു. ശബരിമല സന്നിധാനത്ത് ആണ് ഇത്തരം അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് എന്ന് തിരുത്തി അവിടെ നിന്ന് ഇഷ്ട പോലെ എങ്ങോട്ടേക്കും കൊണ്ടുപോകാവുന്ന തരത്തിൽ അതിനെ തുറന്നു കൊടുത്തു. എന്നിട്ട് പറയുന്നു ഇതൊക്കെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക അജിൻസെ? ഇത് വളരെ കൃത്യമാണ്. ഇതിനകത്ത് ഒരു വാദപ്രതിവാദത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധത്തിൽ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇത് എത്രയും പെട്ടെന്ന് ഈ ദേവസ്വം ബോർഡ് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭ അതിന് പുറത്താക്കണമെന്നേ. തീവെട്ടിക്കൊള്ളയാണ് അയ്യപ്പന്റെ പേരിൽ നടന്നത്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളോട് അത് കൂടുതൽ വ്യാപകമായി പുറത്തു വന്നു എന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ സംഭവിച്ചതല്ല. ഇവിടെ ശബരിമല സന്നിധാനത്തെ ഇത്തരം കച്ചവടങ്ങളുടെ കൂത്തരങ്ങാക്കി ഈ സർക്കാർ മാറ്റി. അത് കയ്യോടെ പിടിക്കപ്പെട്ടു. ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ, ഒന്നാമതായി വിശ്വാസപരമായി ആളുകൾ പരിഭാവനമായി കരുതുന്ന ഒന്നിനെ കച്ചവട വസ്തുവാക്കി, അതൊരു കച്ചവടമാക്കി വിശ്വാസത്തെ അപമാനിച്ചു. രണ്ടാമതായി വൻ സാമ്പത്തികമായ തട്ടിപ്പ് നടന്നു. എന്നിട്ട് അതിനെയൊക്കെ വളരെ കൃത്യമായി പിടിക്കപ്പെട്ടപ്പോൾ പോലും ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇവിടെ ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ എന്തോ വാസവൻ എന്തോ വക്കീൽ നോട്ടീസ് അയച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ അയക്കട്ടേന്നേ, നേരിടാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് കാര്യങ്ങൾ നോക്കി
ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി സ്വർണം ചെമ്പാക്കിയെന്ന് ചെമ്പാൾ നുണ പറഞ്ഞു. 2, ശബരിമല പെർമിസസിൽ അതിന്റെ സന്നിധാനത്ത് നടക്കേണ്ട 1 അവിടെ നടന്നില്ല. 3, അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ 3 നടന്നത് അരുൺകുമാർ ല്ലോ. ഈ 3 നടന്ന ആരുടെ കാലത്താ? ദേവസ്വം ബോർഡിന്റെ കാലത്താ. ഉത്തരവാദിത്തം ആരൊക്കെ? ദേവസ്വം ബോർഡിനാ. വളരെ ലളിതമാണ്. വളരെ ശരി അനൂപ്. ശ്രീ അനിൽ വിളൈ, ഇന്നത്തെ കോടതിയുടെ ഉത്തരവ് കുറെ കൂടി ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിൽ DGPയെ കക്ഷി ചേർത്തിരിക്കുന്നു. മറ്റൊന്ന്, ഞാൻ മുമ്പ് വായിച്ച ആ വരി എത്രമാത്രം ദേവസ്വം ബോർഡിന് അക്കൗണ്ടബിൾ ആക്കുന്നുണ്ട്? ഇത് കേരളത്തിലെ ഈ കട്ടും മോട്ടിച്ചും തിന്ന് അസുഖം പിടിച്ച് അരിയാഹാരം കഴിക്കാൻ സാധിക്കാതെ വരുന്ന കുറച്ച് ആൾക്കാർക്കൊഴികെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞൊരു വസ്തുതയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശബരിമലയിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ളയെ പറ്റിയുള്ള കാര്യം. അവിടെ മോഷണം നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ പിശകുണ്ടെന്നും ശ്രീ KS അരുൺകുമാർ പോലും പറയില്ല. കാരണം എല്ലാവരും പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ 2 വിധികളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഞെട്ടിൽ ഇന്നും തുടർന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ജഡ്ജ്മെന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡുകളിലും ഇത്തരത്തിലുള്ള തീവട്ടിക്കൊള്ളകൾ നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കണം വരുന്ന ആളുകളിൽ സംഘടിപ്പിക്കേണ്ടത്. കാരണം പൊതുസമൂഹത്തിൽ എല്ലാവരും മോഷണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. 2016 കാലയളവില് ദേവസ്വം ബോർഡില് ശ്രീ പത്മകുമാറിനോടൊപ്പം അംഗമായിരുന്ന K. രാഘവൻ എന്ന് പറഞ്ഞ CPMന്റെ പ്രതിനിധി. അദ്ദേഹത്തിനെ പറ്റി ഒരു ചർച്ചയിലും വന്നിട്ടില്ല. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന പത്മകുമാർ ഒരു മാധ്യമ പ്രവർത്തകനുമായി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് അനുസരിച്ച് എന്താണ് പറയുന്നത്? ഈ 2016 കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കീഴ്ശാന്തിയുടെ സഹായി അഥവാ ഉൾഘടകം എന്ന് പറയുന്ന വ്യക്തിയെ ദേവസ്വം ബോർഡിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത് ശ്രീ K. രാഘവനാണെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ഈ ചെമ്പുപാളിയെ സ്വർണം പൂശണം എന്നുള്ള തീരുമാനം എടുപ്പിച്ചതെന്നാണ് പത്മകുമാർ പറഞ്ഞിട്ടുള്ളതായിട്ട് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പത്രത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അന്നേരം അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിൽ തന്നെ തുടങ്ങണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ദേവസ്വം നടക്കുന്നത്? നമുക്കറിയാം 1956 കേരള സംസ്ഥാനം പിറവി കൊള്ളുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം നടക്കുന്നത്. ആ കാലത്തെ രീതികൾക്കനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം നാളിതുവരെ കേരളത്തിലെ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതു മുന്നണിയോ വലതു മുന്നണിയോ ഒരു അമെന്റ്മെന്റ് വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം എന്താണ്? വളരെ വ്യക്തമാണ്. ആ നിയമത്തിലെ പഴുതുകളിൽ കൂടി ഞങ്ങൾക്ക് മോഷ്ടിക്കണം, ഞങ്ങൾ നിയമിക്കുന്ന ദേവസ്വം ബോർഡിന് പൈസ ഉണ്ടാക്കണം, ആ രാഷ്ട്രീയ തൊഴിലാളികളുടെ ജീവിതം സജീവമാക്കണം, അതിൽ കൂടി പാർട്ടി ഫണ്ട് ഉണ്ടാക്കണം. ഈ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമം മാറ്റാതിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം ശ്രീ അജിൻസ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏകദേശം 1340ഓളം സ്ഥാപനങ്ങളുണ്ട്. അതിനകത്ത് 25 മഹാക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മേജർ ക്ഷേത്രങ്ങളും 1250 മൈനർ ക്ഷേത്രങ്ങളും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓഡിറ്റ് വിഭാഗത്തിലുള്ള ആകെ ജീവനക്കാരുടെ എണ്ണം 35 മാത്രമാണ്. നമ്മൾ നോക്കണം, 223ഓളം സബ് ഗ്രൂപ്പുകളുള്ള ഒരു ദേവസ്വം ബോർഡിൽ ആകെ 35 ജീവനക്കാരാണ്. അതിൽ 1-2 പേര് പ്യൂണന്മാരാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി 10-30 ജീവനക്കാരാണ് ഇത്രയും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് നടത്തേണ്ടത്. അതിനെ പറയാറുണ്ട്, സർക്കാരിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമായിരിക്കും. 2012 തൊട്ട് 2019 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തിരുവനന്തപുരം തൊട്ട് ചേർത്തല വരെയുള്ള 7-8 സബ് ഗ്രൂപ്പ് ഓഫീസുകളിലെ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇത്രയും സബ് ഗ്രൂപ്പ് ഓഫീസുകളിൽ തന്നെ 50 ലക്ഷത്തോളം രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. എത്ര പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്? ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ശ്രീ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ശ്രീ VR അനൂപ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ്. ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ആളില്ലായെങ്കിൽ സമരമാണ്. എന്തിനാണ് സമരം? ഇവിടെ ഞങ്ങൾക്ക് തൊഴിൽ കൂടുന്നുണ്ട്, തൊഴിൽ സമ്മർദ്ദം കൂടുന്നു, പുതിയ നിയമനങ്ങൾ സർക്കാർ നടത്തുന്നില്ല എന്നും പറഞ്ഞ് സമരം ചെയ്യുന്നവർ എന്തേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടണമെന്ന് നാളെ വരെ സമരം ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടിയാൽ അല്ലെങ്കിൽ ഓഡിറ്റ് വിഭാഗത്തിലേക്കും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കും കൂടുതൽ ആൾക്കാരെ നിയമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നടത്തുന്ന മോഷണത്തിലെ പങ്ക് പലർക്കും വീതം വെച്ച് പോകുമെന്ന് കരുതി തന്നെയാണ്.
ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും ആ ഫൈനാൻഷ്യൽ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഓഡിറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 23 സബ് ഗ്രൂപ്പുകളിൽ മാത്രമാണ് ഈ വർഷം നടന്നിട്ടുള്ളത്. 5 വർഷം കൂടുമ്പോൾ 6 വർഷം കൂടുമ്പോൾ മാത്രമാണ് ഒരു സബ് ഗ്രൂപ്പിൽ നടക്കുന്നത് ഓഡിറ്റ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ ധാരാളം വെട്ടിപ്പുകളും തട്ടിപ്പുകളും എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇവരൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംരക്ഷണയിൽ വളരുന്ന സാഹചര്യത്താലാണ് ഇത് നടക്കുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു ക്രിമിനൽ കേസ് ഇതൊരു വെറും മോഷണമല്ല. ഇത് ആസൂത്രിതമായി വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് തന്ത്രങ്ങൾ ഒരുക്കി ഏത് രീതിയിൽ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയ രീതിയിലാണ് ഈ കള്ളം നടന്നത്. അനിൽ വിളയിൽ എന്റെ ചോദ്യം അതാണ്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ നടത്തിയ ഗൂഢാലോചനയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയായിരിക്കുമോ വർഷങ്ങളായി ഗൂഢാലോചന നടത്തി അഴിച്ചുകൊണ്ടുപോയത്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്ത് ശോഭയായിരുന്നു ആ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് എന്ന് പറയണം. അയ്യപ്പ സംഗമത്തിലേക്ക് പണച്ചാക്കുകളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ വന്നു ചേരുമെന്നും അവരുടെ സ്പോൺസർഷിപ്പിൽ കൂടെ കാര്യം നടക്കുമെന്നുമാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ പറഞ്ഞത്. അതിനകത്ത് താങ്കൾക്കോ അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന CPM പ്രതിനിധിക്കോ എത്ര പേർ പങ്കെടുത്തു? അത്തരത്തിൽ സാമ്പത്തിക സ്ഥിതിയുള്ള ആ ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള എത്ര സ്പോൺസർമാർ പങ്കെടുത്തു? ആരും പങ്കെടുത്തിട്ടില്ല. ഒരു CPM വേദിയായിക്കൊണ്ട് സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സംഗമം. ആ സംഗമത്തിന് യാതൊരു ശോഭയും ഇല്ലായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ആ ശോഭ കെടുത്താനാണെന്ന് പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ ആ ശോഭയില്ലായ്മയുടെ സൂചന തന്നെയാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് അനിൽ വിളെ അത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിമാരാകട്ടെ ദേവസ്വം പ്രസിഡന്റുമാരാകട്ടെ മുൻ പ്രസിഡന്റുമാരൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ ഒരു പ്രശ്നക്കാരനാണ്, അയാളാണ് ഈ പീഠം കാണാതായി എന്ന് പരാതി കൊടുത്തത്, പിന്നെ പീഠം അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ഈ പോറ്റി എവിടെയാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തത്? പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം വെറും ഒരു പരൽ തന്നെയാണ്. അയാൾ ഒന്നുമല്ല, അയാൾ ആരുടെയൊക്കെയോ കയ്യിലെ ഒരു ഉപകരണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ദേവസ്വം ബോർഡ് അംഗം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കയ്യിലെ ഉപകരണമാണ്. അയാളെ മുൻനിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ പത്മകുമാർ, രാഘവൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ബാബു ഉൾപ്പെടെയുള്ള ആൾക്കാർ കളിക്കുകയാണ് ചെയ്തത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് അയാളെ ഇടനില നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള തന്ത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ചെന്നൈയിലേക്ക് ഈ ചെമ്പ് പാളി അല്ലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ഒരു മഹസർ ഉണ്ടല്ലോ, ഒരു ക്രിമിനൽ കേസിലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു മഹസറാണ്. ആ മഹസർ ഇതിനകത്തിരിക്കുന്നു. ബാക്കി രണ്ടുപേരും അഭിഭാഷകരായതുകൊണ്ട് ഒരു മഹസറിന്റെ പ്രാധാന്യം അവർക്കറിയാം. ഒരു മഹസറിൽ സാക്ഷിയാകേണ്ട വ്യക്തി ആരാണ്? ഒരു ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കണം, ഒരു വിശ്വാസ്യതയുള്ള വ്യക്തിയായിരിക്കണം. പക്ഷേ ഈ ചെമ്പുപാളി സ്വർണ്ണപ്പാളിയുടെ ഈ കേസിലെ പ്രധാനപ്പെട്ട 2 സാക്ഷികൾ എന്ന് പറഞ്ഞ കെ ജയപ്രസാദും VS രാജേന്ദ്ര പ്രസാദും എന്ന് പറഞ്ഞ 2 കളങ്കിത വ്യക്തിത്വങ്ങളാണ്. 2018-19 കാലയളവില് ഈ നിലയ്ക്കലിൽ മെസ് നടത്തിയ വകയില് ലക്ഷക്കണക്കിന് രൂപയുടെ കള്ള ബില്ലുകൾ ഉണ്ടാക്കി വെട്ടിപ്പ് നടത്തിയ 2 വ്യക്തികളാണ് ഈ രാജേന്ദ്ര പ്രസാദും ഈ ജയപ്രകാശും. ഈ 2 വ്യക്തികളാണ് ഈ മഹസറിനകത്ത് ഒപ്പുവെച്ച വ്യക്തികൾ. യോഗ്യതയുമില്ലാത്ത 2 വ്യക്തികൾ ഒപ്പ് വെക്കേണ്ടിയിരുന്ന 2 പേര് ഒപ്പുവെച്ചിട്ടില്ല. ആരൊക്കെയാണ് അവര്? ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷണർ ഒപ്പുവെച്ചിട്ടില്ല, ഗോൾഡ് സ്മിത്ത് ഒപ്പുവെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഗോൾഡ് സ്മിത്തിനല്ലേ പറയാൻ സാധിക്കുള്ള ഒരു മഹസർ പ്രകാരം അല്ലെങ്കിൽ ഒരു മെറ്റൽ അത് സ്വർണമാണോ ചെമ്പാണോ എന്ന് ആധികാരികമായി പറയുക എന്ന് പറയുമ്പോൾ കോടതിയുടെ മുമ്പാകെ സത്യം ചെയ്ത് ബോധിപ്പിക്കാനുള്ള കഴിവുള്ളത് ആ ഗോൾഡ് സ്മിത്തിനാണ്. അത്തരത്തിലുള്ള ഒരു സാക്ഷി ഉണ്ടായില്ല. തിരുവാഭരണ കമ്മീഷണറും തിരുവാഭരണത്തിന്റെ ചുമതലയുള്ള ആളും ഈ മഹസറിനകത്ത് ഒപ്പുവെക്കാതെ 2 കള്ളന്മാർ. ഈ കള്ളന്മാർക്ക് ഒരു സവിശേഷതയുണ്ട്. രാജേന്ദ്ര പ്രസാദ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെയും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഇയാളെ ഒരു കാലത്തും തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കരുന്ന റിപ്പോർട്ടുള്ള കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചിട്ടുള്ള ഈ മഹസർ നാളെ കോടതിയിൽ വരുമ്പോൾ അത് തള്ളിപ്പോകും. ആ മഹസറിന് യാതൊരു വിശ്വാസ്യതയും ഇല്ലാതെ വരും. ഇവര് പറയുന്നത് ശരിയായിട്ട് വരുമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു മഹസറാണ്. ഈ കാരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്ന്. ഈ ഗൂഢാലോചനയുടെ കാരണക്കാർ, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, സ്ത്രീധന നിരോധന നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചുകൊണ്ട് ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. ഈ നാട്ടിലെ ഹിന്ദുക്കള് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊക്കെ അയ്യപ്പ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ ചെറിയ ചെറിയ തുകകൾ കാണിക്കയായി കൊടുത്തു, സ്വർണം കൊടുത്തു. ഇതൊക്കെ മോഷ്ടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്ത കാരണത്താൽ ഈ മോഷണത്തിന് കൂട്ടുനിന്നിട്ടുള്ളത് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരാണ്. അതുകൊണ്ട് ശബരിമലയിലെ സർവ്വ ഹിന്ദുക്കൾക്കെതിരെ ഈ പ്രശ്നം തീരും. ഈ അനിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങ്
അങ്ങ് പറയുന്നു ഏതോ വസ്തുത ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തമാശയായിട്ട് ഞാൻ പറയുന്നത് കേൾക്കാവോ? യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ഈ കള്ളത്തിന് കൂട്ടുപിടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ട്. ശരി, അനിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ അങ്ങ് പറഞ്ഞു ഏതോ രാജേന്ദ്ര പ്രസാദിന്റെ പേര് പറഞ്ഞു. പക്ഷെ മഹസറിൽ ഒപ്പിട്ടതായി 2019 ഒപ്പിട്ടതായി കോടതി ചൂണ്ടിക്കാട്ടുന്ന പേരുകൾ ഇവയാണ്. ഒന്ന് തന്ത്രി രാജീവ് ഖണ്ഡരര്, മറ്റൊന്ന് VN വാസുദേവൻ നമ്പൂതിരി മേൽശാന്തി, S ജയകുമാർ വാച്ചർ, PJ രാജേഷ് ഗാഡ്, സുലിൻകുമാർ K AE ശബരിമല, B മുരാരി ബാബു AO ശബരിമല, R ശങ്കരനാരായണൻ HA ശബരിമല, VM കുമാർ സ്മിത്ത്, CR ബിജുമോൻ ആൻഡ് D ജയകുമാർ AEO ശബരിമല. ഇതിലെവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ? ഞാൻ പറഞ്ഞത് ഈ ശബരിമലയിൽ നിന്ന് ചെമ്പുപാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ നടത്തിയ മഹസറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തിരികെ കൊണ്ടുവന്നപ്പോഴുള്ള മഹസർ അത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യധാരയിലുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറാണ് വ്യാജ മഹസർ എന്ന് ഞാൻ പറഞ്ഞത്. ശ്രീ അരുൺകുമാർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ശോഭ കെടുത്താൻ നടന്ന ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. ഇതിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഇതെല്ലാം പുറത്തു വരുന്നത് കോടതിയുടെ ഇടപെടലിലാണ്. മാധ്യമങ്ങളോ പ്രതിപക്ഷ പാർട്ടികളോ ഇവിടെ സംഘപരിവാറോ ഒന്നും അല്ല ഈ കാര്യം പുറത്തു കൊണ്ടുവരുന്നത്. കോടതിയാണ്. കോടതി കണ്ടെത്തിയ ഒരു കാര്യം കോടതി വെളിപ്പെടുത്തി ഒരു ഇടക്കാല ഉത്തരവിൽ. ഇതിൽ എന്ത് ഗൂഢാലോചനയാണ്? ആര് ഗൂഢാലോചന നടത്തിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഇന്ന പോയിന്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്നിട്ട് പറയാണ് ദേവസ്വം ബോർഡ് രാജിവെക്കുന്നത് ചെയ്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 4 ദിവസം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവർ തടസ്സപ്പെടുത്തിയത്? ആ തടസ്സപ്പെടുത്തുമ്പോൾ ഇവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം CBI എൻക്വയറി വേണം എന്നതാണ്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് അവർ തന്നെ ഒരു ADGPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ച് ആ ടീം അന്വേഷണം തുടങ്ങാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ തന്നെ ഗവൺമെന്റ് അത് അനുവദിക്കാതെ നേരെ CBI എൻക്വയറി പ്രഖ്യാപിക്കണം എന്നതാണ്. അതായത് ഒരു കോടതി അന്വേഷണം ഗവൺമെന്റ് തന്നെ ചെയ്യണം. അതിനുവേണ്ടി നിയമസഭയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം. ഒരു നോട്ടീസ് ഇല്ല, അടിയന്തര പ്രമേയമില്ല, സബ്മിഷൻ ഇല്ല, ചോദ്യം ചെയ്യലില്ല. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ ഒന്നും തന്നെ പ്രയോഗിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു കോടതി അലക്ഷ്യം ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹാസമരം എന്ന് അവർ പ്രഖ്യാപിക്കുന്ന ഒരു സമരം നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, താങ്കൾ അത് ചോദിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം ഒരു വലിയ മുതലാളിക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു, സ്വർണ്ണപ്പാളി കൊടുത്തു എന്ന് പ്രതിപക്ഷ നേതാവാണ് നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്നത്. എന്നാൽ അത് ആർക്കാണ് കൊടുത്തത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഒരു പ്രതിപക്ഷ നേതാവിനില്ലേ? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി തന്നെയല്ലേ? അതെന്താണ് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാത്തത്? ഇപ്പൊ ഹൈക്കോടതി നിങ്ങളുടെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ സമാന്തരമായിട്ടുള്ള അന്വേഷണം നടത്തരുതെന്ന്. അന്വേഷണമൊന്നും നിങ്ങൾ നടത്തണ്ട, പക്ഷെ പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല. കോൺഗ്രസിന്റെ പാനലിൽ വരുന്ന ചർച്ചയ്ക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടും ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോടും ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെ പ്രതിപക്ഷത്തെ ചോദിക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ പ്രതിപക്ഷത്തെ ആദ്യം ചോദ്യം ചെയ്യുന്ന മാധ്യമ സംസ്കാരം അത് ഗോദി മീഡിയയുടേതാണ്. പ്രതിപക്ഷത്തെ ചോദ്യമുന്നിൽ നിർത്തുക, ഭരണപക്ഷത്തെ വെറുതെ വിടുക എന്നുള്ളത് അതൊരു ഗോദി മീഡിയ സംസ്കാരമാണ്. കേരളത്തിൽ പൊതുവെ അങ്ങനെ പാലിക്കപ്പെടുന്നില്ല. താങ്കളുടെ ഡിഫൻസ് വളരെ മനോഹരമാണ്. ഈ ഡിഫൻസ് വളരെ കൊള്ളാം. കാരണം എന്താ വെച്ചാലേ 3 ദിവസമായി പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ചോദിക്കാൻ ആ സ്വർണം എവിടെ പോയി എന്ന് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്, VD സതീശനല്ല. അരുൺകുമാർ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ഡിഫൻസ് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർണം എവിടെയെന്ന് ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശനല്ല. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് VD സതീശൻ വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചോളാം അയാളോട്. ഓക്കെ, നിങ്ങളുടെ ഈ പ്രിവിലേജ്, പ്രതിപക്ഷത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, കഴിഞ്ഞ അത് നിങ്ങൾ വരുമ്പോഴും തരും. അരുൺകുമാർ, നിങ്ങൾ പ്രതിപക്ഷത്തായാലും തരും, തന്നിരിക്കും, അങ്ങനെ തന്നിട്ടുണ്ട്. വേണ്ട, നിങ്ങളുടെ ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് വേണ്ട. ഒറ്റ കാര്യം, ഈ 1 മാസം മുമ്പ് ഇതേ പ്രതിപക്ഷ നേതാവല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു സമരം പ്രഖ്യാപിച്ചേ? ആ സമരം എന്തിനായിരുന്നു? ഒന്നെങ്കിൽ കേരളത്തിന്റെ പോലീസിന്റെ നയം തിരുത്തണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ MLA-മാർ അനിശ്ചിതകാല സത്യാഗ്രഹം ഈ നിയമസഭയുടെ കവാടത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞ് സമരം പ്രഖ്യാപിച്ചു.
എന്തിയെ സമരം നിർത്തിയോ? ആ MLA-മാർ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇപ്പൊ അവരെവിടെയാ? എന്തിയെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിഞ്ഞോ? അതോ പോലീസ് നയം തിരുത്തിയോ? ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചോ? താങ്കൾ ചോദിച്ചോ? താങ്കളുടെ ചാനൽ ചോദിച്ചോ? നിങ്ങൾ ഈ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജ് ആസ്വദിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷം വട്ടപൂജ്യമായി പോകുകയാണ് എന്നുള്ള ഒരു ധാരണ, ഒരു സത്യം അവർ പോലും മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ശരി, ഇനി എന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതിപക്ഷത്തോട് ചോദിക്കാം. ഇനി എന്റെ ചോദ്യത്തിലേക്ക് വരും, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് ഗൂഢാലോചനയാണെന്ന് പറയുന്നത്? അരുൺകുമാർ, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലേക്ക് വരാം. ഒറ്റ കാര്യം, ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ പേരൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. UDF-ന്റെ ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന UDF-ന്റെ തലമുതിർന്ന നേതാക്കന്മാർ, INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ഈ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്ന UDF-ന്റെ നേതാക്കന്മാർ തന്നെയാണ് ഇതിൽ പല തെറ്റും ചെയ്തിരിക്കുന്നത്, പല തിരുത്തലും വരുത്തിയിരിക്കുന്നത്, ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും കാണൂല. അവർക്ക് വേണ്ടത് സഖാവ് പിണറായി വിജയന്റെ ചോരയാണ്. 2019 ഇന്ന് പുറത്തു വന്ന വിവരത്തെ കുറിച്ചാണ് നമ്മൾ കുറച്ചേരം ഡിബേറ്റ് ചെയ്തത്. ഇന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിന് പറ്റിയ പിഴവിനെ കുറിച്ച് ഹൈക്കോടതി പറയുന്നതാണ്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ മറുപടി പറയുന്നത്, താങ്കൾ പറയുന്നത് താങ്കളുടെ സ്രോതസ് പ്രകാരം മിനിറ്റ്സിൽ അങ്ങനെയാണ്, പുറത്തു വന്നിങ്ങനെയാണെന്നാണ്. ഓക്കെ, ഇനി എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇപ്പൊ അങ്ങ് ഉന്നയിച്ച കാര്യം നമുക്ക് അനൂപിനോട് ചോദിക്കാം. എന്റെ ക്വസ്റ്റ്യൻ, ഇതൊരു ഗൂഢാലോചനയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ ആരാണ് ഇതിലെ മുഖ്യ പ്രതിയായിട്ട് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയാണോ? അതിന് പുറകിൽ പ്രതികളുണ്ടോ എന്ന് നമ്മുടെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കില്ല അരുൺകുമാർ. അതുകൊണ്ടാണല്ലോ കോടതി ഇന്ന് DGP-യെ കൂടി ഇതിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? അസാധാരണമാണത്. അസാധാരണമൊന്നുമല്ല. ഈ ക്രിമിനൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവും. ഏത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴും DGP-യും അതുപോലെ തന്നെ SP, ആ ബന്ധപ്പെട്ട ജില്ലയുടെ SP-യും റൂറലിലുള്ള സംഭവമാണെങ്കിൽ റൂറൽ SP ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് മാറും. അതൊരു അസാധാരണമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പല ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ നടന്ന എല്ലാ ഗൂഢാലോചനയും തട്ടിപ്പും നിയമത്തിന്റെ മുന്നിൽ കൃത്യമായി കൊണ്ടുവരും, ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങയുടെ വാദം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അങ്ങയുടെ വാദം സമ്മതിക്കുകയാണ്. അപ്പോഴും ഇതൊരു ഗൂഢാലോചനയാണെന്ന് എങ്ങനെയാണ് പറയാ? അരുൺകുമാർ, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് അങ്ങ് പറഞ്ഞ മുഖവിലക്ക് എടുക്കുകയാണ്. ഓക്കെ, എങ്കിലും ഇതെങ്ങനെയാണ് ഗൂഢാലോചനയാവുക? ഒറ്റ മിനിറ്റ്. ഇദ്ദേഹം ആ താങ്ങുപീഠം താൻ നിർമ്മിച്ചു കൊടുത്തത് ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നുവെന്നും അത് കാണാനില്ല എന്നും പൊതുസമൂഹത്തിൽ പറഞ്ഞപ്പോഴാണല്ലോ ഈ തർക്കം ഉടലെടുത്തത്. ആ സമയത്ത് കേരളത്തിലെ ഈ വിജിലൻസ് ദേവസ്വം വിജിലൻസ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പറയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും കോടതിയിലില്ലേ അരുൺകുമാർ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ പറഞ്ഞു അങ്ങ് പറയുന്നു, അങ്ങ് പറയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും കോടതിക്ക് അറിയില്ലേ? കോടതി അതൊന്നും പരിശോധിക്കുന്നുണ്ടായിരുന്നില്ലേ? അല്ല മിസ്റ്റർ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ഹൈക്കോടതി സ്വമേധയാ എല്ലാ രേഖയും വിളിച്ചു വരുത്തി പരിശോധിച്ച് കണ്ടെത്തി എന്ന രൂപത്തിലാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത്. ഞാൻ ഈ കോടതിയോട് എല്ലാ ബഹുമാനത്തോടെയും തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഒറ്റ കാര്യം, ഈ കണ്ടുപിടുത്തങ്ങൾ അടക്കം ഈ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കൃത്യമായി ദേവസ്വം ബോർഡിന്റെ പബ്ലിക് സ്റ്റാൻഡിംഗ് കൗൺസിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് അവർ കണ്ടുപിടിച്ചോ ഇവർ കണ്ടുപിടിച്ചോ എന്നല്ല, കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ചപ്പോഴാണ് ഈ അനോമലി കണ്ടുപിടിക്കുകയും അത് ഉത്തരവായിട്ട് പുറത്തു വന്നതും കൂടുതൽ ശക്തമായിട്ടുള്ള എൻക്വയറി നടന്നതും. ഇത് ആരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ അമ്പലം വിഴുങ്ങികളെ ഇതൊക്കെ കോടതിയിലുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ്, ആരാണ് ഗൂഢാലോചന നടത്തിയത്? കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്. പിന്നെ ആരെ ഗൂഢാലോചന നടത്തിയത്? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ അല്ല നിങ്ങളോട് ഇപ്പൊ എന്താ ഈ ഹൈക്കോടതി പറഞ്ഞേ? നിങ്ങളോടൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ധർമ്മമുണ്ട്. ജനാധിപത്യത്തിന്റെ 4ാം തൂണ്. ഞാൻ കോടതിയെ പറ്റിയല്ല ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ആരോ നടത്തിയ ഗൂഢാലോചനയാണ് ഈ വിവാദം എന്നാണ്. നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയുടെ ഇടപെടലിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം, ഇതൊക്കെയാണ് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. എങ്കിൽ ഈ ഗൂഢാലോചന നടത്തിയത് ആരാണ്? ഹലോ മിസ്റ്റർ, ഞാൻ താങ്കളോട് അതല്ലേ പറയുന്നത്. ഇവിടെ 2 തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ഒന്ന്, ഹൈക്കോടതിയുടെ സീനിയർ ജഡ്ജി കൃത്യമായി പരിശോധിച്ച് തിരുവാഭരണ രജിസ്റ്ററിൽ ഉള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇൻവെന്ററി തയ്യാറാക്കുന്നു. ഈ ഉയർന്നു വന്ന 3-4 ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ADGP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഇവർ കണ്ടെത്തട്ടെ ആരാണ് ഗൂഢാലോചന എന്ന്.
അതല്ല മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായ വാക്കുകളാണ്. അദ്ദേഹം മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ആ നിലപാടാണ്. എന്റെ ചോദ്യം, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണ് ഇപ്പൊ ഈ വിവാദം എന്ന് പറയുന്നു. അപ്പൊ ഈ വിവാദം ഉണ്ടാക്കിയതാരാണ്? ഒറ്റ മിനിറ്റ്, താങ്കൾ ആ VHPയുടെ പ്രതിനിധി പറയണ കേട്ടിരുന്നോ? കേരളത്തിന്റെ അമ്പലത്തിലെ മുഴുവൻ വിഷയമാണ്, അതാണ് ഇതാണ് മറ്റതാണ്. അത് നമുക്ക് വേറെ തന്നെ ചോദിക്കാം അരുൺകുമാർ. അത് സംഘപരിവാറിന്റെ എത്രയോ പതിറ്റാണ്ടുകളായുള്ള പ്രചാരണം. അത് നമുക്ക് ചോദ്യം ചെയ്യാം, ഒരു സംശയം വേണ്ട. എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. മുഖ്യമന്ത്രി പറയുന്ന ഈ ഗൂഢാലോചന ആരാണ് നടത്തിയത്? താങ്കൾ ചോദ്യം ചെയ്തില്ല, അത് മുഴുവൻ പറയാൻ അനുവദിച്ചു. ഒരു ചോദ്യം പോലും തിരിച്ചു ചോദിച്ചില്ല. അല്ലല്ല, ഈ വിഷയത്തിലേക്ക് തെന്നിപ്പോലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ആ ഗൂഢാലോചന നടത്തിയത് ആരാണ്? മുഖ്യമന്ത്രി പറയുന്ന ആ ഗൂഢാലോചന ആരാ നടത്തിയത്? അത് പൊതുസമൂഹത്തിൽ ഈ സ്വന്തം പെങ്ങടെ വീട്ടില് ഈ താങ്ങുപീഠം കൊണ്ടുപോയി വച്ചിട്ട് ആ താങ്ങുപീഠം ശബരിമലയുടെ സ്ട്രോങ് റൂമിലുണ്ടെന്നും അത് നഷ്ടപ്പെട്ടു പോയെന്നും അത് ഒന്നെങ്കിൽ തന്ത്രിയോ ദേവസ്വം ബോർഡ് അംഗങ്ങളോ അത് മോഷ്ടിച്ചിട്ടുണ്ടാവും എന്ന രൂപത്തിൽ വരെ പ്രസ്താവന നടത്തി തുടങ്ങിയെടുത്ത് ആരംഭിച്ചു ഇതിന്റെ ഗൂഢാലോചന. അപ്പൊ അതിനു മുമ്പ് കോടതിയുടെ മുമ്പിൽ ഇതില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പറയുന്നതിന് മുമ്പ് കോടതിയുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളില്ലേ? എന്റെ ചോദ്യം അതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പറഞ്ഞു എന്ന് തന്നെ വരുക. ഞാൻ കേട്ടിട്ടില്ല സത്യമായിട്ട്. അതിനു മുമ്പ് കോടതിയുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളില്ലേ? ഈ വിഷയം അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പാസാക്കിയ 6 ഇടക്കാല ഉത്തരവ്, അതിൽ ആദ്യ ഇടക്കാല ഉത്തരവ് മുട്ടെടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തുനിന്ന് വരുമ്പോഴാണ് ഈ വിഷയത്തെ കുറിച്ച് കോടതി പരിശോധിക്കുന്ന സാഹചര്യം. ഇതിനു മുമ്പ് ഈ ഇഷ്യൂ പരിഗണിച്ചെങ്കിൽ 2021 ഇത് പുറത്തു വരും. സ്വർണ്ണപ്പാളി നഷ്ടമായി എന്ന് കണ്ടു. സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന നടത്തിയോ? അല്ല, നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്? ഈ വിഷയം അല്ല, ഈ മുഖ്യമന്ത്രി പറയുന്ന ഗൂഢാലോചന എന്താണ്? മുഖ്യമന്ത്രി പറയുന്ന ആഗോള അയ്യപ്പ സംഗമം ഇപ്പോഴും പറയാണ്. ഇത് ഒരു 2 ആഴ്ച മുമ്പാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് വിവാദമാണ്, ഇന്നത് കേസാണ്, സ്വർണ്ണപ്പോയി എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ എടുത്താനുള്ള ഗൂഢാലോചനയാണ്. ആര്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കെതിരെ ഗൂഢാലോചന നടത്തിയോ? അതൊക്കെ പുറത്തു വരും, നിങ്ങൾ ക്ഷമിക്ക്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും അടുത്ത് പോയി നിന്ന് കയ്യിൽ ഒരു പൊതി കൊടുത്തതും തൊട്ടടുത്തൊരു ചാക്കിൽ എന്തോ കൊടുത്തതും ഒരു സഞ്ചി നിറച്ചെന്തോ സാധനം കൊണ്ടുവച്ചത് ആർക്കായിരുന്നു എന്ന് താങ്കൾ കണ്ടായിരുന്നോ? താങ്കൾ ഒരു ചോദ്യം ചോദിക്കില്ല. രണ്ടാമത് കയ്യിൽ 2 പൊതി കൊടുത്തതും തൊട്ടുപുറകെ മറ്റൊരു വലിയ സഞ്ചി നിറച്ച് സാധനം കൊടുത്തതും മറ്റാർക്കാന്ന് താങ്കൾ മനസ്സിലായോ? താങ്കൾ പറയില്ല, ഞാൻ പറയാം. 1 കേരളത്തിലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് സോണിയാഗാന്ധിക്ക. 2 UDFന്റെ കേരളത്തിന്റെ കൺവീനർ അടൂർ പ്രകാശനാണ്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും കാണില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ വരും. കോൺഗ്രസ് നേതാക്കൾക്ക് കിഴിയാക്കി കൊടുത്തോ വല്ലതും? ഈ കോൺഗ്രസ് നേതാക്കൾക്ക് സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഒക്കെ എന്തെങ്കിലും കിഴി കൊടുത്തിട്ടുണ്ടോ? ശ്രീ ബി ആർ അനൂപ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അരുൺകുമാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ ഉദ്യോഗസ്ഥരിൽ പലരും, ഈ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരിൽ പലരും INTUC-കാരാണെന്ന് അരുൺകുമാർ പറയുന്നുണ്ട്. എന്താണ് അതിന് മറുപടി? അജിംസെ, ഒരു ചർച്ചയിൽ വിഷയത്തിൽ ഊന്നി പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കാനാണ് പ്രാഥമികമായി ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ അരുൺകുമാർ എന്ത് അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്? സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പണക്കിഴി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എത്ര മാന്യമായി സഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ ശ്രമിച്ചാലും ഇത്തരം പച്ചക്കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം പാർട്ടിയുടെ ഭരണത്തിന്റെ പരാജയം മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? ഇവിടെ 2 തരത്തിലാണ് ഈ ഗവൺമെന്റിന്റെ പരാജയം. ഒന്ന്, ഈ അടിച്ചുമാറ്റൽ നടക്കുമ്പോഴൊക്കെ ദേവസ്വം ബോർഡ് അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കുക. പിന്നെ സംസ്ഥാനത്തെ എന്നല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നിൽ നിന്ന് ഇത്തരം കളവ് പോയിട്ടും ഇവിടെ നിന്ന് ഇത്തരം സാധനങ്ങൾ ക്ഷേത്രത്തിലെ വിശ്വാസികൾ പാവനം എന്ന് കരുതുന്ന വസ്തു പ്രദർശന വസ്തുവാക്കി നാട് നീളം ടിക്കറ്റ് വെച്ച് വിൽപ്പന നടത്തുമ്പോഴും ഇവിടുത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഉണ്ണാക്കമറ നടന്നിട്ടില്ലാതെ. ആരുടെ പരാജയ? ദേവസ്വം വകുപ്പിന്റെ പരാജയവും ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും അല്ലേ? എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പച്ച കള്ളം പറയാ സോണിയാഗാന്ധിക്ക് ഇവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പണക്കിഴി കൊടുത്തു എന്ന്. നിങ്ങൾ ഈ മാതിരി ഒരു ചർച്ചയുടെ മെറിറ്റ് കളയുന്ന രീതിയിൽ എന്തിനാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാർ എന്ന് പറയുന്നത്? അരുൺകുമാറിന്റെ സർക്കാരിന്റെ പരാജയ, പിണറായി വിജയന്റെ പരാജയ, ആഭ്യന്തര വകുപ്പിന്റെ പരാജയ. താങ്കൾ അത് 100 വട്ടം 1000 വട്ടം വന്നിരുന്ന് പച്ച നുണ പറഞ്ഞാലും അത് മാച്ച് കളയാൻ പറ്റില്ലെന്നേ.
അരുൺകുമാർ ഒരു നിമിഷം ഒന്ന് പറയണം എന്താണ് അരുൺകുമാർ പ്രശ്നം? ഞാൻ ഒരു പൊതി കൊടുത്തു എന്നാ ഞാൻ പറഞ്ഞത്. പണക്കിഴി ആ പൊതിയിൽ എന്താണെന്ന് എനിക്ക് ഊഹിച്ചറിയാൻ പറ്റില്ല. കോൺഗ്രസ് പ്രതീതി തന്നെയാണ്. അല്ല, ദുസൂചനയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങളുടെ ആർക്കൈവിൽ ഈ പടങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ല, അത് ദുസൂചനയാണ്. പൊതി കൊടുത്തു എന്ന് പറയുന്നത് ദുസൂചനയാണ്. അങ്ങനെയാണ് കടകംപള്ളിയുടെ ഒപ്പവും പത്മകുമാറിന്റെ ഒപ്പം ഒക്കെ ഉള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ദുസൂചന പറയേണ്ട ആവശ്യമില്ലല്ലോ അരുൺകുമാർ. ഒരു ചർച്ചക്കിടയിൽ ഞാൻ കണ്ടില്ല. എന്തായാലും ഒരുപാട് ഫോട്ടോകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തോ ദുസൂചനയായിട്ട് പറയണ്ട. ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ശരി അനൂപ്, എന്റെ മറ്റൊരു ചോദ്യം അരുൺകുമാർ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നം INTUC-കാരാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. INTUC-കാരാണ്. അപ്പൊ ഗൂഢാലോചന അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ അതെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ രണ്ട് സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ അല്ല, ഇവിടെ ഇടതുപക്ഷം CPM അടക്കം ബഹുമാനിക്കുന്ന സോണിയാഗാന്ധിയെ പോലെ ഒരു ഉന്നത വ്യക്തിത്വത്തെ കുറിച്ച് ദുസൂചന കൂടി പറയാണ്. ആർക്കോ പൊതി കൊടുത്തു എന്നൊക്കെ ചർച്ചയിൽ പറയാണെന്നേ. അനൂപ് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ കൈമാറുന്ന ഒരു ഫോട്ടോ. അല്ല, പല ചടങ്ങുകളിൽ ഉപഹാരങ്ങൾ കൊടുക്കുന്നത് ഇതുമായിട്ട് ഈ ശബരിമലയിലെ കളവ് മുതൽ പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച സംബന്ധിച്ചല്ലോ. പല ഘട്ടങ്ങളിൽ ഉപഹാരം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉപഹാരം എന്താന്ന് മനസ്സിലായല്ലോ. സമ്മതിച്ചല്ലോ. അത് മതി. ആദ്യം താങ്കൾ ഞാൻ എന്തോ കളവ് പറയാണെന്നാ പറഞ്ഞത്. അത് പൊതിയൊന്നല്ല, ഒരു മൊമെന്റോയാണ് അരുൺകുമാർ. അങ്ങനെ ഞാൻ കാണുന്നത് മൊമെന്റോയായിട്ടാണ് കാണുന്നത്. അതിന്റെ താഴെ 2 പൊതിയുണ്ട്. അതിന്റെ താഴെ 2 പൊതികൾ ഇരിക്കുന്നു. മൊമെന്റോ ഒന്നും അല്ല. അതിന്റെ താഴെ ചാക്കിലും സഞ്ചിയിലും ഓരോ പൊതികൾ ഇരിക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്ക്. ഒരാഴ്ചയായിട്ട് പൊതുസമൂഹത്തിന്റെ ഫോട്ടോ താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തു പറയാനാ? ശരി. അല്ല, അരുൺകുമാർ പറയും പൊതിയിൽ എന്താ? ഞാനിവിടെ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാ. ശബരിമല അയച്ചു തരാം താങ്കൾക്ക് പടം. അല്ല, കയ്യിൽ ഒരു പൊതി കൊടുക്കുന്നു. താഴെ ഒരു സഞ്ചിയിൽ എന്തോ ഉണ്ട്, ഒരു ചാക്കിലും എന്തോ ഉണ്ട്. അല്ല, ഇതൊന്നും പൊതുസമൂഹത്തിലുള്ളതല്ല. ഞാനിപ്പോ ഇതിൽ അരുൺ എന്താ പറയുന്നത്? അതില് സ്വർണം പുതിയായി സോണിയാഗാന്ധിക്ക് കൊടുത്തു എന്നാണോ അരുൺകുമാർ പറയുന്നത്? അല്ല അരുൺകുമാർ, വാട്ട്സ് യുവർ പോയിന്റ്? അരുൺകുമാർ, ആ സ്വർണം മുഴുവൻ ചാക്കിലാക്കി സോണിയാഗാന്ധിക്ക് കൊടുത്തു എന്നാണോ? ഞാൻ പറഞ്ഞത് ഇത്രയധികം ബന്ധമുള്ളയാളാണ്. ഒന്നും കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ നിങ്ങൾ തന്നെ പറയുന്നത്. കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രൂപത്തിൽ താങ്കൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്രയധികം ബന്ധമുള്ളയാളാണ്. ശരി. അപ്പൊ ഇനി സ്വർണം പോയത് എന്താണെന്ന് കൂടി നമ്മൾ പ്രതിപക്ഷത്തോട് ചോദിക്കാം. അല്ല അരുൺകുമാർ, സ്വർണം പോയത് എങ്ങനെയാണെന്ന് ഇനി അവരോട് ചോദിക്കണം. അത് അന്വേഷിക്കട്ടെ. ഇത് UDF-ന്റെ കൺവീനർ പാന്റും സൂട്ടൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. 2 പൊതിയ ഒരുമിച്ച് കൊടുക്കണത് എന്താണ്? അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ. അല്ല, ഇവിടെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണ കവർച്ച ഈ പാന്റ് നിങ്ങളുടെ UDF-ന്റെ കൺവീനർ ആണെന്ന്. ഒരു ബാഗാണ് വാങ്ങുന്നത് അനൂപ്. ഒരു ബാഗോ എന്തോ വാങ്ങുന്നത്, കിറ്റ് കൊടുക്കുന്ന പോലെ തോന്നുന്നത്. അല്ല ഞാൻ പറയാതെ ഇവിടെ ശരി. അങ്ങനെ 2 ചിത്രങ്ങളുണ്ട്. അനൂപ് പൂർത്തിയാക്കൂ, നിങ്ങൾക്ക് സമയം തീരാറായി. അജിംസെ, ശബരിമലയിൽ നിന്ന് നടന്ന സ്വർണ്ണ കവർച്ച ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചർച്ചയിൽ കവർച്ച നടന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അരുൺകുമാർ ദുരുദ്ദേശപരമായി ആ പൊതിയൊക്കെ കൊടുത്തത് ആർക്കാണെന്ന് പറഞ്ഞത്. ആ സംസാരം വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന് ഉറച്ചു നിൽക്കാണെന്നേ. ഇവിടെ സ്വന്തം ഭരണ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി, സ്വന്തം ഗവൺമെന്റിന്റെ 2 വകുപ്പുകളുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി മാനസിക ബാലതരം പോലും തെറ്റി അസംബന്ധം വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് CPM-ന്റെ പ്രതിനിധി എത്തി. ഇവിടെ ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ അസംബന്ധമായെങ്കിൽ ശരി, ഒറ്റ കാര്യം കൂടി. ഈ ഉദ്യോഗസ്ഥരിൽ ചിലർ INTUC-കാരാണെന്ന് അരുൺകുമാർ ആരോപിച്ചിരുന്നു. മറുപടി ഉണ്ടോ? അല്ല, ആരാണെങ്കിലും കോൺഗ്രസ് ആരാണ് സംരക്ഷിക്കുന്നത്? ഇവിടെ CPM നിരന്തരം പറയുന്നല്ലേ, എന്ത് കളവ് നടന്നാലും അതിനകത്ത് കോൺഗ്രസ്സുകാരാണ് പിടിക്കട്ടെന്നേ. ഞങ്ങൾ ആരെങ്കിലും പിടിക്കേണ്ട? ഇവിടെ ഇത്ര വലിയ തീവെട്ടി കൊള്ളയ്ക്ക് കാവൽ നിന്നത്, അത് നടപ്പിലാക്കിയത് 2 വകുപ്പുകളുടെ കാർമ്മികത്വത്തിലാ. ഒന്ന് ദേവസ്വം, 2 ആഭ്യന്തരം, സാക്ഷാൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ പരാജയം പറയുമ്പോ ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന സോണിയാഗാന്ധി കൊണ്ടുവരാണെന്നേ. ശരി. നിങ്ങൾ ഇനി അതിൽ തർക്കിക്കണ്ട. എനിക്ക് സമയം തീരാറ്. ശ്രീ അനിൽ വിളയിൽ എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഇവിടെ
കോടതി വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടാണ് പോകുന്നത്. മാധ്യമങ്ങളോട് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിലേക്ക് പോകേണ്ടതില്ല, ഫാക്ട് മാത്രം റിപ്പോർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. മറുവശത്ത് പോലീസിനെ കുറെ കൂടി അക്കൗണ്ടബിൾ ആക്കുന്നു. ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ദേവസ്വം ബോർഡ് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ്, ഞങ്ങൾ ശുദ്ധരാണെന്ന് ഞെളിയണ്ട എന്നൊരു കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൂടി അങ്ങനെ ചെമ്പുവാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ ഉത്തരവ് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇന്നത്തെ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ പ്ലാൻഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഉത്തരവ് തന്നെയാണ്. എന്ന് വെച്ചാൽ അന്വേഷണ ഏജൻസിക്ക് സർക്കാരിൽ നിന്ന് ഒരു അകൽച്ച പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഈ ചർച്ചയുടെ അവസാനമായപ്പോഴേക്കും CPM പ്രതിനിധിയും ഈ കോൺഗ്രസ് പ്രതിനിധിയും തമ്മിൽ അടിയിടുന്ന എന്തിനാണ്? കോൺഗ്രസ് പ്രതിനിധി പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഹായിയായിരുന്നു അദ്ദേഹം എങ്കിൽ പോലും ഈ മോഷണത്തിലും തട്ടിപ്പിലും അദ്ദേഹം തന്ത്രിയാണ്. ആ തന്ത്രിയുടെ പങ്ക് കോൺഗ്രസ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് CPM പ്രതിനിധിയും അല്ല നിങ്ങളും കൂടെ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് പ്രതിനിധിയും പറയുന്ന രീതിയിലേക്ക് ചർച്ച പോകുന്നു എന്നുള്ളതാണ് വളരെ തമാശയായിട്ട് തോന്നുന്നത്. ഇതിനകത്ത് CPM-ന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ് ഇത് നടത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സംഗമത്തിന് ശേഷമായിരിക്കണമല്ലോ വിവാദം ഉണ്ടാകുന്നത്. അപ്രകാരമല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. ഇതിന്റെ നാൾ വഴികളിലേക്ക് നമ്മൾ പോകുമ്പോൾ 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ചന്ദ്രഗ്രഹണ ദിവസമാണ് ഈ ശബരിമലയിലെ ഈ പാളി അടിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് പോയത്. തൊട്ടടുത്ത ദിവസമായ സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് ഈ നടപടി ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള ജില്ലാ ജഡ്ജി ഹൈക്കോടതിയെ അറിയിക്കുന്നത്. അതിനുശേഷം സെപ്റ്റംബർ മാസം 9-ാം തീയതി ചെന്നൈയിൽ കൊണ്ടുപോയ പാളികൾ തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇതിന്റെ നാൾവഴികൾ തുടർന്നത്. എന്നാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടന്നത്? സെപ്റ്റംബർ മാസം 20-ാം തീയതി. അതിനു മുമ്പ് തന്നെ വിവാദമായി. അപ്പോൾ ശ്രീ അരുൺകുമാർ പറയുന്നതിന് എന്ത് വസ്തുതയാണുള്ളത്? പമ്പാ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ, ഒരു ശോഭയും ഉണ്ടാവാതിരുന്ന പമ്പാ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി അതിന് 12 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികളോട് പറയരുത്. ഇവിടുത്തെ CPM-കാരോട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടത്തിയിട്ടുള്ള CPM-കാരോട് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും ഈ കാര്യത്തിൽ മത്സരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അടുത്ത മന്ത്രിസഭ വരുമ്പോൾ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഉണ്ടാകും, അമ്പലം വിഴുങ്ങി കോർപ്പറേഷൻ. അമ്പലം വിഴുങ്ങി കോർപ്പറേഷന്റെ ചുമതലകളിലേക്ക് ആരെയൊക്കെ നിയമിക്കണമെന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തണം. എന്തായാലും ഇന്നത്തെ കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് കൂടി ഈ ക്രമക്കേടിൽ പങ്കാളിയാണ്, അവരുടെ രേഖകളിൽ ഇത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയത് ഗൗരവതരമായ കാര്യമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ അനിൽ വിളയിൽ, ശ്രീ VR അനൂപ് ഇത്രയും സംസാരിച്ചതിനിടെ